أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകാര ഭംഗിയും ശരീര സൗഷ്ഠവവും ഒക്കെ പങ്കുവെച്ചുകൊണ്ടുള്ള നമ്മുടെ പരമ്പര 4ാമത്തെ ക്ലാസ്സിലാണ് നാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പാരായണമാണ് എന്ന അവബോധത്തോടെ വിചാരത്തോടുകൂടി വേണം നാം ഇതിൽ സംബന്ധിക്കാൻ. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ള ശമാഇലുൽ മുഹമ്മദിയയുടെ കോപ്പി ഓപ്പൺ ചെയ്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഹദീസിന്റെ വാചകങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകളോട് പ്രത്യേകിച്ചും പരമാവധി ഉളുവോടുകൂടി സുഗന്ധം ഉപയോഗിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ആലോചനയിൽ പാരായണത്തിൽ കഴിഞ്ഞുകൂടുകയാണ് എന്ന ഉത്തമമായ ഒരു നിയ്യത്തോടുകൂടി ഒരല്പസമയം നമ്മൾ കഴിച്ചു കൂട്ടിയാൽ അത് വളരെ പുണ്യമുള്ള കാര്യമാണ്. ഇവിടെ ആര് പാരായണം നയിക്കുന്നു എന്നതിന് പ്രസക്തിയില്ല. നമ്മുടെ പ്രമേയമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരം ചില ശീലങ്ങളും ചിട്ടകളും ഉൾപ്പെടുത്തുന്നത്. അതുപോലെ കൃത്യമായി എല്ലാ ദിവസത്തെയും ക്ലാസ്സിൽ സംബന്ധിച്ച് ഇതിന്റെ ഖത്മ വരെ ഇൻഷാ അല്ലാഹ് പങ്കെടുക്കാൻ കഴിയുന്നവർക്ക് ത്വയ്ബ സെന്റർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കാനുള്ളൊരു പഠന കേന്ദ്രമാണല്ലോ. ഒരു സർട്ടിഫിക്കറ്റ് ഖത്മിൻ്റെതായി നൽകണം എന്നുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകൾ ത്വയ്ബ സെന്ററിന്റെ ഒരു വാട്സപ്പ് നമ്പർ ടെക്സ്റ്റ് ചെയ്തിരുന്നു. അതിലേക്ക് കമന്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ആ നമ്പറിലേക്ക് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുകയോ ചെയ്താൽ അത് ക്രോഡീകരിക്കാനും നിങ്ങളുടെ വിലാസങ്ങൾ ക്രമീകരിച്ച് നൽകാനും ഒക്കെ കഴിയും. അതൊക്കെ ചില ഔപചാരികതകൾ മാത്രമാണ്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകാര ഭംഗിയിലെ പ്രത്യക്ഷമായ ഒരു പ്രാഥമിക വായന, അതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ബാബു മാ ജാഅ ഫീ ശഅരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശത്തെ കുറിച്ചുള്ള അധ്യായം. അതിൽ അബൂ ഈസ തിർമിദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസുകൾ മാത്രമാണ് നാം വായിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഓരോ വിശേഷണങ്ങളെയും ഉപാസിച്ചുകൊണ്ടുള്ള പ്രമേയമാക്കിക്കൊണ്ടുള്ള ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്. ഇവിടെ ശമാഇലുൽ മുഹമ്മദിയയിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീസുകൾ മാത്രമാണ് നമ്മൾ വായിച്ചു പോണത്. حدثنا علي بن حجر أخبرنا إسماعيل بن إبراهيم عن حميد عن أنس بن مالك رضي الله عنه قال كان شعر رسول الله صلى الله عليه وسلم إلى نصف أذنيه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശങ്ങൾ ചെവിയുടെ പകുതി വരെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസ്സിലെ കേശങ്ങളുടെ വ്യത്യസ്ത അവസ്ഥകളെ കുറിച്ച് വ്യത്യസ്ത നിവേദനങ്ങളിൽ വായിക്കും. കഴിഞ്ഞ ചില നിവേദനങ്ങൾ കടന്നുപോയിട്ടുണ്ട്.
حدثنا هناد بن السري حدثنا عبد الرحمن بن أبي الزناد عن هشام بن عروة عن أبيه عن عائشة رضي الله تعالى عنها وعنهم قالت كنت أغتسل أنا ورسول الله صلى الله عليه وسلم من إناء واحد ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരേ പാത്രത്തിൽ നിന്ന് വെള്ളം കോരി കുളിക്കുമായിരുന്നു. وكان له شعر فوق الجمة ودون الوفرة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെവിക്കുറ്റിയിൽ നിന്ന് താഴ്ന്ന് എന്നാൽ പെരടിയിൽ എത്തുന്നതിന് മുമ്പ് വരെ പെരടിയുടെയും ചെവിക്കുറ്റിയുടെയും ഇടയിൽ എത്തുന്ന വിധത്തിൽ ശിരസിലെ കേശങ്ങൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേശങ്ങളുടെ അല്ലെങ്കിൽ തലമുടിയുടെ അവസ്ഥകൾ പ്രധാനമായും മൂന്നാണ്: ജുമ്മത്തുൻ വഫ്രത്തുൻ വലിമ്മത്തുൻ. ചെവിക്കുറ്റി വരെയുള്ളതിനാണ് വഫ്രത്ത് എന്ന് പറയാം. ചെവിക്കുറ്റിയുടെ അല്പം താഴേക്ക് വന്നതിനാണ് ലിമ്മത്ത് എന്ന് പറയാം. ജുമ്മത്ത് എന്ന് പറഞ്ഞാൽ മാ നസല അൻ ദാലിക ഇലൽ മൻകിബൈനി, അവിടുന്ന് ചുമൽ വരെ എത്തുന്നതിനാണ് ജുമ്മത്ത് എന്ന് പറയുന്നത്. അതുവരെയുള്ള അത്രയും നീണ്ടുകിടക്കുന്ന ശിരസിലെ രോമങ്ങൾ. അവ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു തആല എന്ന് പറയുന്നത്, അന്നൊരു അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസിലെ കേശങ്ങളുടെ വലിപ്പം ചെവിക്കുറ്റിയിൽ നിന്ന് താഴ്ന്ന് പിരടിയിൽ എത്തുന്നതിന് മുമ്പ് ഉള്ള സ്ഥലം വരെയായിരുന്നു. حدثنا أحمد بن منيع حدثنا أبو قطن حدثنا شعبة عن أبي إسحاق عن البراء بن عازب رضي الله عنهم قال كان رسول الله صلى الله عليه وسلم مربوعا, ഒത്ത ആളായിരുന്നു. ബുഐദമാ ബൈനൽ മൻകിബൈനി, ചുമലുകൾക്കിടയിൽ വിശാലതയുണ്ടായിരുന്നു. വകാനത്തു ജുമ്മത്തുഹു തദ്രിബു ശഹ്മത ഉദ്നൈഹി, ചെവിക്കുറ്റി വരെ എത്തുന്ന ശിരസിലെ രോമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം കേശങ്ങളും ഷഹ്മത്തുൽ ഉദ്നൈൻ, ചെവിക്കുറ്റി വരെ എത്തുന്നതായിരുന്നു. حدثنا محمد بن بشار أخبرنا وهب بن جرير بن حازم قال حدثني أبي عن قتادة قال قلت لأنس, അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു. ഖത്താദ റളിയല്ലാഹു അൻഹു പറയാണ്, കൈഫ കാന ശഅറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശങ്ങൾ എങ്ങനെയായിരുന്നു, അഥവാ അവിടുത്തെ ശിരസിലെ മുടിയുടെ അവസ്ഥ എന്തായിരുന്നു? ലം യകുൻ ബിൽ ജഅദി വലാ ബിസ്സബ്തി, കൂടിപ്പിണഞ്ഞതോ പാറിപ്പറന്നതോ ആയിരുന്നില്ല. കാന യബ്ലുഗു ശഅറുഹു ശഹ്മത ഉദ്നൈഹി, അവിടുത്തെ ശിരസിലെ രോമങ്ങളുടെ നീളം ചെവിക്കുറ്റി വരെ എത്തുന്നതായിരുന്നു. حدثنا محمد بن يحيى بن أبي عمر حدثنا سفيان بن عيينة عن عبد الله بن أبي نجيح عن مجاهد عن أم هانئ بنت أبي طالب, അബൂ താലിബ് എന്നവരുടെ മകൾ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ മഹദി പറയാണ്, ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നിട്ട് വന്നു. അലൈന മക്കത്ത, മക്കയിലേക്ക് മുന്നിട്ട് വന്നു. ഖദ്മതൻ വലഹു അർബഉ ഗദാഇറ, അവിടുന്ന് ഒരിക്കൽ അല്ലെങ്കിൽ മക്കത്തേക്ക് മുന്നിട്ട് വരുന്ന സമയത്ത്, മക്കയിലേക്ക് മദീനയിൽ നിന്ന് മുന്നിട്ട് വന്നത് ഒന്ന് ഉംറത്തുൽ ഖളാഇനും ഒന്ന് ഫത്ഹു മക്കയിലും ജഅറാനയിൽ നിന്ന് ഇഹ്റാം ചെയ്തുകൊണ്ടുള്ള ഉംറയ്ക്കും ഹജ്ജത്തുൽ വദാഇനും. അതിൽ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ സ്വാഗതം ചെയ്ത പ്രസക്തമായ റിവായാത്തുകൾ നമ്മൾ കാണുന്നത് ഫത്ഹു മക്കയുടെ സമയത്ത് വന്ന രംഗമാണ്.
അതായിരിക്കാം ഇതും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് കടന്നു വന്നപ്പോൾ വലഹു അർബഉ ഗദായിറ, 4 ഭാഗമായി ചീകി ഒതുക്കിയിരുന്ന തിരുകേശങ്ങളെയാണ് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിരസിലെ കേശങ്ങൾ, തലമുടി 4 ഭാഗമായി വാർന്നിട്ടിരുന്നു. حدثنا سويد بن نصر حدثنا عبد الله بن المبارك عن معمر عن ثابت البناني عن أنس رضي الله عنهم. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത പ്രസിദ്ധനായ സ്വഹാബി. ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ 40 വർഷം കഴിച്ചു കൂട്ടിയ ആളാണ് സാബിത്തുൽ ബുനാനി എന്ന താബിഈ. അതുപോലെ പരമ്പരയിലെ ഓരോരുത്തരും അതിമഹത്തുക്കളായ ശ്രേഷ്ഠന്മാരായ സ്വഹാബികൾ, താബിഉകൾ, താബിഉൽ ഒക്കെയാണ്. നഫഅനാ ബിഹിം വഅസ്റാരിഹിം. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായാത്തുകൾക്ക് ഈ അധ്യായത്തിൽ വലിയ പ്രസക്തിയുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സാബിത്ത് ബിൻ ബുനാനി റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിനും സമ്പർക്കം കൊണ്ടും സഹവാസം കൊണ്ടുമുള്ള വലിയ പ്രാധാന്യമുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന ശഅറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇലാ അൻസാഫി ഉദ്നൈഹി, ചെവികളുടെ അർദ്ധഭാഗം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലമുടി നീണ്ടു കിടന്നിരുന്നു. حدثنا سويد بن نصر حدثنا عبد الله بن المبارك عن يونس بن يزيد عن الزهري حدثنا عبيد الله بن عبد الله بن عتبة عن ابن عباس رضي الله عنه. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതുപോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന് മാത്രമുള്ള ആധികാരികതയാണ് അവിടുത്തെ സഹവാസികൾ അവരുടെ ചരിത്രം കൂടി സമ്പന്നമായി ലോകത്ത് ലഭിക്കുന്നു എന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ, ചെറുപ്പകാലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹവസിച്ച് കാര്യങ്ങൾ ഓർമ്മ വെക്കാൻ സൗഭാഗ്യം കിട്ടിയ സ്വഹാബി. അത് കേവലം ഒരു കഥാപാത്രമായി പറയപ്പെടുന്നവരല്ല, ചരിത്രത്തിൽ രേഖകൾ മുഴുവനും ആലേഖിതമാണ്. സേവനങ്ങൾ സുരക്ഷിതമാണ്. അങ്ങനെയെല്ലാമുള്ള വലിയ സ്വഹാബിയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ചരിത്ര വ്യക്തിത്വത്തിന് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത് അവിടുത്തെ കാണുകയും കൂടെ കൂടുകയും സഹവസിക്കുകയും എല്ലാം ചെയ്ത ആളുകളുടെ ചരിത്രം സുഭദ്രമാണ്, രേഖപ്പെട്ടു കിടക്കുന്നതാണ്. ഇത്രമേൽ നിവേദകന്മാരുടെ ചരിത്രം രേഖപ്പെട്ടു കിടക്കുന്ന ഒരു വ്യക്തിയും ലോകത്തില്ല. ഇത് വിശ്വാസികൾക്കും വലിയൊരു ദൃഢതയും മറ്റുള്ളവരുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ള വലിയൊരു പ്രമാണവുമാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസ്ദിരു ശഅറഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി അഴിച്ചിട്ട്, അതാ മുടി നിവർത്തിയിട്ട് നടക്കുമായിരുന്നു. വകാനൽ മുശ്രികൂന യഫ്രിഖൂന റൂസഹും, കാരണം അന്നത്തെ ബഹുദൈവ വിശ്വാസികൾ തലമുടി ഭാഗിച്ചിട്ട് നടക്കുന്ന രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്, വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക്. വകാന അഹ്ലുൽ കിതാബി യുസ്ദിലൂന റൂസഹും, എന്നാൽ അന്നത്തെ വേദക്കാരായ ആളുകൾ അങ്ങനെ ഭാഗം പിരിച്ചിടാതെ ഒന്നാകെ അഴിച്ചിട്ട് നടക്കുന്ന രീതിയായിരുന്നു. വകാന യുഹിബ്ബു മുവാഫഖത അഹ്ലിൽ കിതാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്കാലത്ത് ഇഷ്ടപ്പെട്ടിരുന്നത് വേദക്കാരുടെ രീതികളെ പിന്തുടരാനാണ്. ഫീമാ ലം യുഅ്മർ ഫീഹി ഷൈഉൻ, പ്രത്യേകം കൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത വിഷയങ്ങൾ, ഇസ്ലാമിൻ്റെതായ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായി പ്രത്യേകം ചിട്ടകൾ രൂപപ്പെടുത്തിയിട്ടില്ലാത്ത, കൽപ്പനയില്ലാത്ത കാര്യങ്ങളിൽ മുൻകാല പ്രവാചകന്മാരുടെ അനുയായികൾ അവരുടെ രീതികൾ എന്ന നിലയിൽ അഹ്ലു കിതാബിന്റെ ചര്യകളോടാണ്
പരിഗണന നൽകിയിരുന്നത്. ثم فرق رسول الله صلى الله عليه وسلم رأسه, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുഭാഗമായി ചീകിയിടുന്ന രീതിയിലേക്ക് സ്വീകരിച്ചു. നെറ്റിയുടെ ഭാഗത്തേക്കൊന്നും വരാതെ രണ്ട് സൈഡിലേക്ക് വേർതിരിച്ചിടുന്ന രീതി വന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്തിഹാദ് കൊണ്ടാകാം, അതുപോലെ തന്നെ ചില ചിട്ടകളും ക്രമീകരണങ്ങളും സ്വീകരിച്ചുകൊണ്ടാകാം. എല്ലാ ഭാഗത്തേക്കും അഴിച്ചിടുന്നത് സ്ത്രീകളോടുള്ള സാദൃശ്യത്തിൽ അടുത്തു നിൽക്കും എന്നത് ഒഴിവാക്കാൻ വേണ്ടി രണ്ടു ഭാഗത്തേക്ക് വേർതിരിച്ചിട്ടതും ആകാം എന്നൊക്കെ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയെ സ്വീകരിച്ചു. حدثنا محمد بن بشار أخبرنا عبد الرحمن بن مهدي عن إبراهيم بن نافع المكي عن ابن أبي نجيح عن مجاهد عن أم هانئ رضي الله تعالى عنها وعنه قالت رأيت رسول الله صلى الله عليه وسلم ذا ضفائر 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു. 4 ഭാഗമായി പിരിച്ചിട്ട ശിരസ്സിലെ മുടിയോടെ, ശിരസ്സിലെ കേശങ്ങൾ 4 ഭാഗമായി പിരിച്ചിട്ട അവസ്ഥയിൽ ഞാൻ കണ്ടു എന്ന് ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ വിശദീകരിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിരസ്സിലെ രോമങ്ങളെക്കുറിച്ചുള്ള വർണ്ണന അല്ലെങ്കിൽ അതിന്റെ അവസ്ഥകളെക്കുറിച്ചുള്ള നിവേദനങ്ങൾ, പരാമർശങ്ങളാണ് നമ്മൾ വായിച്ചത്. ഈ അധ്യായത്തിൽ നമുക്ക് പ്രാധാന്യത്തോടെ അറിയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അനുയായികൾ പിൽക്കാലത്തേക്ക് പകർന്നു കൊടുത്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആകെ തന്നെയായിരുന്നു എന്നുള്ളതാണ്. കേവലം അവിടുത്തെ ചില മന്ത്രങ്ങളോ ഉപദേശങ്ങളോ വചനസമാഹാരങ്ങളോ ജീവിത കഥകളോ അല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്നാകെ അവർ ഉൾക്കൊള്ളുകയും ആകത്തുകയിൽ അവിടുത്തെ ലോകത്തോട് പകർന്നു കൊടുക്കുകയും ചെയ്തു. ഇന്ന് പ്രതിമകളാലും പ്രതിഷ്ഠകളാലും ഒക്കെ വാഴ്ത്തപ്പെടുന്ന ഒരുപാട് ആളുകൾ, അവരുടെ കൃത്യമായ ഒരു ചരിത്രം പോലും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം, അവിടുത്തെ ജീവിതരേഖകൾ എന്നതിനൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക ഘടനയും അവസ്ഥാന്തരങ്ങളും മുഴുവനും രേഖപ്പെട്ടു കിടക്കുന്നു. അശ്ശമാഇൽ മുഹമ്മദിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകാരഭംഗി വായിക്കുമ്പോഴുള്ള ഒരു വിശ്വാസദാർഢ്യതയുടെ തലം അതാണ്. ഒരു മുഹിബ്, ഒരു അനുരാഗി സ്നേഹപാത്രത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും കേട്ടാൽ മതിവരില്ല. അത് അനുരാഗത്തെ വർദ്ധിപ്പിക്കുകയും സ്നേഹത്തെ ജ്വലിപ്പിക്കുകയും പ്രേമത്തെ കൂടുതലായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആളുകൾ വിഷമത്തിൽ കഴിയുന്ന സമയത്ത് പ്രത്യേകിച്ചും സ്നേഹപൂർണമായ ഓർമ്മകൾ അവർക്ക് നൽകുന്ന ഹൃദയാനന്ദം അത് ഈ ശമാഇൽ വായിച്ചു കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായനയിൽ പങ്കുചേരുമ്പോൾ ഓരോ വിശ്വാസിയിലും ഉണ്ടാവേണ്ടതാണ്. അല്ലാഹു തആല അവിടുത്തോടുള്ള മഹബ്ബത്ത് നമ്മളിൽ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. സ്വഹാബത്ത് അതിനെയൊക്കെ പരിഗണിച്ചു. ചിലപ്പോഴൊക്കെ തിരുകേശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ അതൊരു പ്രമേയമായി എടുക്കേണ്ടതാണോ, അത്രമേൽ ചർച്ച ചെയ്യേണ്ടതാണോ എന്നൊക്കെ ചിലർ അന്വേഷിക്കും. സ്വഹാബത്ത് അത് എത്രമേൽ പ്രത്യേകതയോടെ പ്രാധാന്യത്തോടെ ഓർത്തുവെക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്തു എന്നതുകൂടി അധ്യായം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബാബു മാ ജാഅ ഫീ തറജ്ജുലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടിവാർന്നു വെക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്.
حدثنا إسحاق بن موسى الأنصاري حدثنا معن بن عيسى حدثنا مالك بن أنس عن هشام بن عروة عن أبيه عن عائشة رضي الله تعالى عنها وعنهم. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് പറയുന്നത്, കുന്തു ഉറജ്ജിലു റഅസ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന ഹായിദുൻ. ആർത്തവകാരിയായിരിക്കെ തന്നെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് തലമുടി വാർന്നു കൊടുക്കുമായിരുന്നു. ആ ജീവിതത്തിന്റെ ഒരു പകർപ്പിനെ ലോകത്തിന് പകർന്നു കൊടുക്കുകയാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിവേദനം വലിയ ഗുണപാഠങ്ങളുടെ അധ്യായങ്ങളാണ്. حدثنا يوسف بن عيسى حدثنا وكيع حدثنا الربيع بن صبيح عن يزيد بن أبان هو الرقاشي عن أنس بن مالك رضي الله عنه قال كان رسول الله صلى الله عليه وسلم يكثر دهن رأسه. അവിടുത്തെ ശിരസിൽ എണ്ണ ലേപനം ചെയ്യാറുണ്ടായിരുന്നു, നന്നായി എണ്ണയിടുമായിരുന്നു. അവിടുത്തെ ദാടി വാർന്നു വെക്കുമായിരുന്നു, അഥവാ അത് ചീർപ്പുമായിരുന്നു, രോമങ്ങൾ അകറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണയിട്ടു കഴിഞ്ഞാൽ തലയിലുള്ള എണ്ണ തലപ്പാവിലേക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ഒരു കഷ്ണം തുണി ശിരസിന്മേൽ വെക്കും, ഒരു തൂവാല മാതിരി. ഖിർഖത്തുൻ തൂദഉ അല റഅസി ബഅദ ഇസ്തിഅമാലി ദഹ്നി. എണ്ണ ഇട്ടതിനു ശേഷം തലയിൽ വെക്കുന്ന ഒരു കഷ്ണം തുണി, ടവലിന്റെ വലിപ്പമുള്ളത്, തലപ്പാവിലേക്ക് എണ്ണ പകർന്നു വരാതിരിക്കാനാണ്. അപ്പോൾ പാർശ്വങ്ങൾ കണ്ടാൽ തോന്നും സൗബു ദയ്യാത്തിൻ, ഒരെണ്ണക്കാരന്റെ വസ്ത്രമാണോ? അത്രമേൽ നന്നായി എണ്ണയിടുന്ന സമയത്ത് എണ്ണയിടുമായിരുന്നു. സൗബു ദയ്യാത്തിൻ, എണ്ണക്കച്ചവടക്കാരന്റെ വസ്ത്രത്തിൽ എണ്ണയുടെ അടയാളങ്ങളൊക്കെ ഉണ്ടാകും എന്ന മാതിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ എണ്ണയിട്ടതിന് ശേഷം കണ്ടാൽ സൗബു ദയ്യാത്തിൻ, ഒരെണ്ണക്കാരന്റെ വസ്ത്രം പോലെ തോന്നും. حدثنا هناد بن السري أخبرنا أبو الأحوص عن أشعث بن أبي الشعثاء عن أبيه عن مسروق عن عائشة رضي الله تعالى عنها قالت إن كان رسول الله صلى الله عليه وسلم لا يحب التيمن في طهوره إذا تطهر وفي ترجله إذا ترجل وفي انتعاله إذا انتعل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലതിനെ മുന്തിച്ചിരുന്നു. ശുദ്ധീകരണ സമയത്തും ഉളു എടുക്കുമ്പോൾ വലത് കൈ ആദ്യം കഴുകുക, വലതുഭാഗത്ത് വെള്ളമൊഴിക്കുക. മുടിവാരുന്ന സമയത്ത് വഫീ തറജ്ജുലിഹി ഇദാ തറജ്ജല, മുടിവാരുന്ന സമയത്ത് വലതുഭാഗത്തേത് ആദ്യം വാരുക. വഫിൻതിആലിഹി ഇദൻ തഅല, ചെരുപ്പ് ധരിക്കുമ്പോൾ വലതുകാലിലേത് ആദ്യം ധരിക്കുക. അങ്ങനെ വലതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്തിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്തിഹ്ബാബുൽ ബദാഅത്തി ബിൽ യമീനി ഫീ കുല്ലി മാ കാന മിൻ ബാബി തക്രീമി വത്തസീനി. നല്ല കാര്യങ്ങൾ, സൗന്ദര്യപരമായ കാര്യങ്ങൾ, അതിലെല്ലാം വലതിനെ മുന്തിക്കണം. അതേ സമയത്ത് ഇടതിനെ മുന്തിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. ബാത്റൂമിൽ പോവുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടത് കാലം മുന്തിക്കുക, ഇടതിനെ മുന്തിക്കുക. حدثنا محمد بن بشار أخبرنا يحيى بن سعيد عن هشام بن حسان عن الحسن البصري عن عبد الله بن مغفل قال نهى رسول الله صلى الله عليه وسلم عن الترجل إلا غبا. തലമുടി വാരുന്നത് എപ്പോഴും അതിന്റെ ഒരു പരിഷ്കാരിയായി നിൽക്കല്ല ചെയ്യുക.
ഇടവേളകളിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിരുന്നത്. അതൊരു പണിയായി അതിങ്ങനെ വാർന്നുകൊണ്ടിരിക്കുക, കുറെ സമയം ഇങ്ങനെ കളയാ, അങ്ങനല്ല. ആവശ്യത്തിനു മാത്രം ഇടക്കിടയിൽ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. حدثنا حسن بن عرفة حدثنا عبد السلام بن حرب عن يزيد بن أبي خالد عن أبي العلاء الأودي عن حميد بن عبد الرحمن عن رجل من أصحاب النبي صلى الله عليه وسلم أنه كان يترجل غبا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടക്കിടെ തല മുടി വാർന്നു വെക്കുമായിരുന്നു. ചില ആളുകൾ ഡെയിലി ബ്യൂട്ടീഷ്യനെ കാണുന്നവരുണ്ട്. സാധാരണയിൽ ഒരുങ്ങുന്നതിന് വേണ്ടി മാത്രം മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ആളുകളുണ്ട്. കണ്ണാടിക്ക് മുമ്പിൽ നേരം കഴിയുന്ന ആളുകളുണ്ട്. അതൊന്നും വേണ്ട എന്നതിലേക്കുള്ള സൂചനയാണ്. ആവശ്യത്തിന് വേണം, വൃത്തി വേണം, വെടിപ്പ് വേണം, അതെല്ലാം വേണം. എന്നാൽ അതിനുവേണ്ടി നല്ലൊരു ആയുസ്സിന്റെ ഭാഗം ഇങ്ങനെ കളയുക, ദിവസത്തിലെ രാവിലെ 1 മണിക്കൂർ അതിനുവേണ്ടി ഇങ്ങനെ കൊല്ലുക, സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് അഡിക്റ്റ് ആവുക, സഹോദരിമാരൊക്കെ ഒരു ഗോഡൌൺ നിറയെ വ്യത്യസ്തങ്ങളായ കോസ്മെറ്റിക്സുകൾ കരുതുക, അത്തരം അഡിക്ഷനുകളൊന്നും വേണ്ട. എന്നാൽ ആവശ്യത്തിന് വേണം. ഈ രീതിയിലുള്ളൊരു നല്ല മധ്യമായ നിലവാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. حدثنا محمد بن بشار أخبرنا أبو داود أخبرنا همام عن قتادة قال قلت لأنس بن مالك رضي الله عنه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നരയെ കുറിച്ചുള്ള അധ്യായമാണ്. ബാബു മാ ജാഅ ഫീ ശൈബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ രോമങ്ങളിൽ നരച്ച രോമങ്ങളെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ അവിടുത്തെ നരയെ കുറിച്ച് പറയുന്ന അധ്യായം. ബഹുമാനപ്പെട്ട ഖത്താദ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു ലി അനസ് ഇബ്നു മാലിക്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, ഹൽ ഖളബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരച്ച രോമങ്ങൾക്ക് നിറം പുരട്ടിയിരുന്നോ? ഖാല ലം യബ്ലുഗ ദാലിക, അത്രമാത്രമുള്ള രോമങ്ങളൊന്നും നരച്ചിരുന്നില്ല. ഇന്നമാ കാന ശൈഅൻ ഫീ സുദ്ഗൈഹി, അവിടുത്തെ ചെന്നിയിൽ അല്പം ചില രോമങ്ങളെ നരച്ചിട്ടുണ്ടായിരുന്നു. അത് നിറം പുരട്ടാൻ മാത്രമുള്ള രോമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വലാകിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു, എന്നാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖളബ ബിൽ ഹിന്നാഇ വൽ കതമി, അവിടുന്ന് മൈലാഞ്ചിയും മറ്റൊരു തരം ചെടി അതും ഉപയോഗിച്ചുകൊണ്ട് നിറം പുരട്ടിയിരുന്നു. കത്തം എന്ന് പറഞ്ഞാൽ ഒരു തരം ചെടിയാണ്. അതിന്റെ ഇല ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ നിറം പുരട്ടിയിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തില്ല. حدثنا إسحاق بن منصور ويحيى بن موسى قال حدثنا عبد الرزاق عن معمر عن ثابت عن أنس بن مالك رضي الله عنه وعنهم قال ما عددت في رأس رسول الله صلى الله عليه وسلم ولحيته, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസിലും ദാടിയിലുമായി ഞാൻ എണ്ണിയെടുത്തിട്ടില്ല. ഇല്ലാ 14 ശഅറതൻ ബൈദാ, വെളുത്ത 14 രോമങ്ങളല്ലാതെ ഞാൻ എണ്ണിയെടുത്തിട്ടില്ല. ഞാൻ ഒരിക്കൽ എണ്ണിയപ്പോ 14 രോമങ്ങളാണ് നരച്ചതുണ്ടായിരുന്നത്. മാഷാ അല്ലാഹ്. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ഒരു ബന്ധം, സ്വഹാബത്ത് മുത്തുനബിയെ കുറിച്ച് ലോകത്തിന് പകർന്നു കൊടുത്ത വിവരങ്ങളുടെ ആഴം, അവരുടെ ഓർമ്മയിൽ വെച്ചിരുന്ന നബിജ്ഞാനത്തിന്റെ വിശാലത നിങ്ങൾ നോക്കൂ. ഇത് ഈ വസ്തുതപരമായ ഒരു വിവരണത്തിനപ്പുറം വിശാലമായ ചില തത്വങ്ങൾ കൂടി ഇത് ഉൾക്കൊള്ളുന്നു. പല മതാധ്യക്ഷന്മാരും മതത്തിന്റെ പുണ്യാത്മാക്കളും
കഥാപുരുഷന്മാരായി മാത്രം ഉണ്ടാവുകയും അവർക്ക് വേണ്ടി ലോകത്ത് കോലാഹലങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പൂർണമായി ചരിത്രത്തിൽ ഉദിച്ച് ഉയർന്ന് വളർന്ന് ലോകത്തെ മുഴുവനും നയിച്ച് അള്ളാഹുവിലേക്ക് യാത്രയായ പ്രവാചകരാണ് എന്നതിന് ഒരു വിശ്വാസിക്ക് നൽകുന്ന ദൃഢജ്ഞാനമാണിതെല്ലാം. ഇത് ഈ ആഴത്തിലും അർത്ഥത്തിലും നമുക്ക് മനസ്സിലാക്കാനാവണം. അപ്പൊ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നൽകിയിട്ടുള്ള അനുഗ്രഹം, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, നമ്മളിൽ നിന്ന് തന്നെ അല്ലാഹു തആല നമുക്കൊരു നബിയെ തന്നു. ആ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ വിവരണങ്ങളുടെ ഒരു വിശാലതയാണ്. حدثنا أحمد بن منيع أخبرنا سريج بن النعمان أخبرنا حماد بن سلمة عن سلمان بن حرب قال قيل لجابر بن سمرة كان في رأس رسول الله صلى الله عليه وسلم شيب, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസിൽ നരയുണ്ടായിരുന്നോ? قال لم يكن في رأس رسول الله صلى الله عليه وسلم شيب إلا شعرات في مفرق رأسه إذا ادهن وراهن الدهن. അവിടുന്ന് എണ്ണയിട്ടാൽ കാണാത്ത വിധം ഒറ്റപ്പെട്ട രോമങ്ങൾ മാത്രമേ അതും മൂർധാവിൽ നരച്ചിരുന്നുള്ളൂ. സൂക്ഷ്മമായി നോക്കിയാൽ കാണും, അത്രയും കുറവായിരുന്നു ഒറ്റപ്പെട്ട രോമങ്ങൾ ഉണ്ടായിരുന്നു. ബാബു മാ ജാഅ ഫീ ഖിലാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേശങ്ങളിൽ നിറം പുരട്ടിയിരുന്നോ അല്ലെങ്കിൽ അതേക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായം. حدثنا أحمد بن منيع أخبرنا هشيم أخبرنا عبد الملك بن عمير عن إياد بن لقيط قال أخبرني أبو رمسة رضي الله عنه قال أتيت رسول الله صلى الله عليه وآله وصحبه وسلم مع ابن لي, ഞാൻ എൻ്റെ മകനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലെത്തി. ഫഖാല ഇബ്നുക ഹാദാ, നിങ്ങളെ മോന? ഖുൽതു നഅം അഷ്ഹദു ബിഹി, തന്നെ. ഖാല ലാ യജ്നി അലൈക വലാ തജ്നി അലൈഹി, നിങ്ങളുടെ പാപം അവൻ പേറുകയോ അവന്റെ പാപം നിങ്ങൾ പേറുകയോ ചെയ്യുകയില്ല. ഖുർആനികമായ ഒരു ആശയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ജാഹിലിയത്തിലെ ഒരു വിശ്വാസത്തെ തിരുത്തുകയാണ്. മറ്റുള്ളവരുടെ പാപം വേറുള്ളവർ വഹിക്കും എന്നൊരു വിശ്വാസം, അതിനെ തിരുത്താണ്. ഖുർആനിലെ ഒരു അധ്യായമുണ്ട്, ഖുർആനിലൊരു സൂക്തമുണ്ട്, വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, മറ്റൊരാളുടെ തെറ്റ് ഒരാൾ പേറേണ്ടി വരില്ല. ഖാല വറഅയ്തു ശൈബ അഹ്മറ, അപ്പോഴവിടുത്തെ നരയെ ചെമന്ന നിറത്തിൽ ഞാൻ കണ്ടു. ഖാല അബൂ ഈസ, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു പറയാണ്, ഹാദാ അഹ്സനു ഷൈഇൻ റുവിയ ഫീ ഹാദൽ ബാബി വഅഫ്സറു, ഈ അധ്യായത്തിലെ ഏറ്റവും സംക്ഷിപ്തവും എന്നാൽ വിശദവുമായ ഒരു പ്രയോഗമാണ്. لأن الروايات الصحيحة أنه صلى الله عليه وسلم لم يبلغ الشيب وأبو رمثة اسمه رفاعة بن يثربي التيمي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നരയുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നരച്ചിരുന്നു. ഇത്തരം പരാമർശങ്ങൾക്കൊക്കെ ഇടയിൽ അവിടുന്ന് നര വെള്ള നിറത്തിൽ പ്രത്യക്ഷപ്പെട്ട് കണ്ടിരുന്നില്ല. അതിന് പ്രത്യേകം നിറം പുരട്ടിക്കൊള്ളൊന്നുമില്ല. എണ്ണയോടൊപ്പം വരുന്ന നിറം, അതിനായിട്ട് നിറമിടാൻ മാത്രം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിറം പുരട്ടിയെന്നും ഇല്ല എന്നുമുള്ള നിവേദനങ്ങൾക്കിടയിൽ യോജിച്ച് മനസ്സിലാക്കാൻ കഴിയും. അത് അടുത്ത ഹദീസ് കൂടി വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. حدثنا سفيان بن وكيع أخبرنا أبي عن شريك عن عثمان بن موهب قال سئل أبو هريرة رضي الله عنه هل خضب رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരയിൽ നിറം പുരട്ടിയിരുന്നോ? ഖാല നഅം, പുരട്ടിയിരുന്നു. അവൻ നിറം പുരട്ടിയതായി ദൃഷ്ടിയിലുണ്ടായിരുന്നു.
അതെണ്ണയിൽ ചേർക്കുന്ന ഒരു വസ്തുവിലൂടെ ആവുകയും ചെയ്യാം. قال أبو عيسى وروى أبو عوانة هذا الحديث عن عثمان بن عبد الله بن موهب فقال عن أم سلمة حدثنا إبراهيم بن هارون أخبرنا النضر بن زرارة عن نبي جناب عن إياد بن لقيط عن الجهذمة امرأة بشير بن الخصاصية قالت رضي الله عنها وعنهم أنا رأيت رسول الله صلى الله عليه وسلم يخرج من بيته ينفض رأسه قد اغتسل وبرأسه ردع أو قال ردغ من حناء شك في هذا الشيخ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടു, തല കുടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തലോടിക്കൊണ്ട്. അവിടുന്ന് കഴുകിയതിനു ശേഷം, കുളിച്ചതിനു ശേഷം മൈലാഞ്ചിയുടെ ലേപനത്തിന്റെ ഒരു അംശം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുങ്കുമത്തിന്റെ ഒരു തിളക്കം ഉണ്ടായിരുന്നു, അതിന്റെ ഒരു മയം അനുഭവപ്പെട്ടിരുന്നു. അത് എണ്ണയിൽ ചേർത്തതും ആകാം, അല്ലാതെയും ആകാം. حدثنا عبد الله بن عبد الرحمن حدثنا عمرو بن عاصم أخبرنا حماد بن سلمة أخبرنا حميد الطويل أن أنس بن مالك رضي الله عنه وعنهم قال رأيت شعر رسول الله صلى الله عليه وسلم مخضوبا നിറമുള്ളതായി ഞാൻ കണ്ടു. قال حماد وأخبرنا عبد الله بن محمد بن عقيل قال رأيت شعر رسول الله صلى الله عليه وسلم عند أنس بن مالك مخضوبا. നിറം പുരട്ടപ്പെട്ട കേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഉണ്ടായിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശങ്ങളെയും അതിന്റെ അവസ്ഥകളെയും വേർതിരിച്ച് സ്വഹാബത്ത് പഠിക്കുകയും അത് നിറം പുരട്ടിയിരുന്നോ ഇല്ലേ, എങ്ങനെയായിരുന്നു, ഇതെല്ലാം ലോകത്തിന് പകർന്നു കൊടുക്കുന്ന വിധത്തിൽ വിസ്തരിച്ച് ചർച്ച ചെയ്യുകയും ആ തിരുകേശത്തെ പരിഗണിച്ച് സ്വഹാബത്ത് എടുത്ത് കരുതി വെക്കുകയും അത് പിൽക്കാലക്കാർക്ക് പ്രദർശിപ്പിക്കുകയും അതിന്റെ മഹിമ വിളിച്ചു പറയുകയും അതിൽ അഭിമാനം പറയുകയും ആദരവോടെ അതിനെ സമീപിക്കാൻ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഇതെല്ലാം ഈ അധ്യായത്തിലുണ്ട്. അല്ലാഹു തആല നമുക്ക് മഹബ്ബത്തും ഇഷ്ഖും അവിടുത്തോടുള്ള ഖുർബും നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും യഥാർത്ഥ മുഹിബ്ബീങ്ങൾ മുത്തഖീങ്ങൾ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സ് അല്ലാഹു തആല യഥാർത്ഥ മഹബ്ബത്ത് വർദ്ധിച്ചു വരാനും അവിടുത്തോട് ചേരാൻ അവസാനം ഈ വിശേഷണങ്ങളെല്ലാം പറയുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിക്കുന്ന മുഖം കണ്ടുകൊണ്ട് മരിക്കുന്ന അവസ്ഥയിൽ അല്ലാഹു തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ഈ ഹദീസുകളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാ വിപത്തുകൾ വിഷമങ്ങളും മാറ്റിത്തരട്ടെ. സല്ലല്ലാഹു തആല വസല്ലം.